ഇന്നസെന്റ് ടീമിന്റെ ഒരു അടിപൊളി പ്രൊമോഷൻ ആയിട്ട് നമ്മളോട് ആരാണെങ്കിലേ നമ്മുടെ സ്വന്തം അനാർക്കലിയും അൽത്താഫാണ് നമ്മുടെ കൂടെ ഉള്ളത്. മന്ദാകിനിക്ക് ശേഷം ഈ ഒരു കോമ്പിനേഷൻ ഞങ്ങൾ എല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? മന്ദാകിനി നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ കോമ്പിനേഷനാണ്. കോമ്പിനേഷനും അതിലുള്ള നർമ്മങ്ങളാണല്ലോ. അതെ, തീർച്ചയായും. ചിരിക്കാനുണ്ടായ പല അതേ അളവിൽ തന്നെ ഈ സിനിമയിലും ഉണ്ട്. അനാർക്കലി അൽത്താഫ് വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സ്പെഷ്യലായിട്ട് കരുതിയ ഫുഡാണ്. ചേട്ടാ നീ എന്റെ പൊന്നെ പറയാനുണ്ട്. സൂപ്പറായിരുന്നു. സത്യം പറഞ്ഞ ഇതിലെ നായികയാന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൽ ആരൊക്കെയാ ഉള്ളതെന്ന് ഇപ്പോഴും ഒരു പിടിയില്ല. മെയിൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന അൽത്താഫ്കയാണ്. അൽത്താഫ്കയുടെ ആ ഇന്നസെൻസും ആ ചൈതന്യവും. നോട്ട് ചെയ്യട്ടെ, ഒന്നുകൂടി പറഞ്ഞു. കറന്റ് സിറ്റുവേഷന് പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ് എന്താ? എനിക്ക് വേലയില്ല പട്ടതാരില്ല അടവൂതുങ്കട സംഘ്. നിങ്ങളുടെ ലൈഫ് ഒരു മൂവി ആക്കുകയാണെങ്കിൽ ആ മൂവിക്ക് എന്താ ടൈറ്റിൽ? നിങ്ങളുടെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു മൂവി ഏതെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ ബാഹുബലി എടുത്തോ, അങ്ങനൊക്കെ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ എത്ര വേദന ഉള്ളിൽ ഒതുക്കിയാൽ ഈ ഒരു ചിരി കേട്ടോ, അതൊരു പോസിറ്റീവ് കേട്ടോ. അനാർക്കലി കാണുമ്പോ ആ ചിരി തന്നെ നോക്കുമ്പോ ഒരു പോസിറ്റീവ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഞാൻ അനഘ. സെല്ലോട്ടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നസെന്റ് ടീമിന്റെ ഒരു അടിപൊളി പ്രൊമോഷൻ ആയിട്ട് നമ്മളോട് ആരാണെങ്കിലേ നമ്മുടെ സ്വന്തം അനാർക്കലിയും അൽത്താഫാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പൊ നമ്മള് പടം എന്ന റിലീസ് ആദ്യം തുടങ്ങാം. പടം ഒക്ടോബർ 24 റിലീസ്. ഒക്ടോബർ 24. പടത്തിന്റെ പേര് പോലെ തന്നെ ഇന്നസെന്റ് ആണോ? ഞാൻ ഇന്നസെന്റ്. അതെനിക്കറിയാം, അങ്ങനെ ആണല്ലോ. ഞാൻ പണ്ടേ ഇന്നസെന്റ് ആണല്ലോ. ആണ്. എന്താണ് ക്യാരക്ടർ അൽത്താഫിന്റെ? ക്യാരക്ടർ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇതൊരു സർക്കാർ ഓഫീസുകളുടെയും അവിടുത്തെ അനാസ്ഥകളും അങ്ങനത്തെ കുറച്ച് അതുമായിട്ട് ചുറ്റിപ്പറ്റി സംഭവിക്കുന്ന ചെറിയ കഥകളാണ്. ഒരു സറ്റയറാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്റെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതിൽ? റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഓഫീസിൽ എങ്ങനെയാണ് അവരുടെ പ്രവർത്തന രീതികളും ബാക്കി കാര്യങ്ങളും വീട്ടിൽ എങ്ങനെയാണ് അയാൾ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പം അനാർക്കലിയുടെ ക്യാരക്ടർ? ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ. അങ്ങനത്തെ ഒരു വലിയ വേഷം, ഒരു വലിയ ഉദ്യോഗത്തിലിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഈ വിനോദ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ജീവിതത്തില് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുകയും അത് സോൾവ് ചെയ്യാനായിട്ട് നടക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം ആ ജേർണിയിൽ പരിചയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് ഞാൻ. അങ്ങനെ ചെറിയ വേഷം. മന്ദാകിനിക്ക് ശേഷം ഈ ഒരു കോമ്പിനേഷൻ ഞങ്ങൾ എല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് മന്ദാകിനി നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ കോമ്പിനേഷനാണ്. കോമ്പിനേഷനും അതിലുള്ള നർമ്മങ്ങളാണല്ലോ. ചിരിക്കാനുണ്ടായ പല അതേ അളവിൽ തന്നെ ഈ സിനിമയിലും ഉണ്ട്. അതേ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ഇത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഇത് വന്ന് കണ്ട് ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ്. പടം കാണാൻ വന്ന് ചിരിച്ചു പോവാൻ മനസ്സോടെ. അതെ. കഴിച്ച ആ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അനാർക്കലി അൽത്താഫ് വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സ്പെഷ്യലായിട്ട് കരുതിയ ഫുഡാണ്. ഓ എന്റെ പൊന്നെ പറയാനുണ്ട്. സൂപ്പറായിരുന്നു. അല്ലായിരുന്നു. അപ്പൊ നമുക്കൊരു ഫൺ ഗെയിമിലോട്ട് പോവാം. റെഡി? അതെ, നമ്മള് ഇന്നസെന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നസെന്റ് ആയിട്ട് ആൻസേഴ്സ് പറയാം. ഓക്കെ. അപ്പൊ ലൈഫില് ഇപ്പൊ ഒരു കറന്റ് സിറ്റുവേഷന് പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ് എന്താ? കറന്റ് സിറ്റുവേഷന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സോങ്. ഓക്കെ. എനിക്ക് എനിക്ക് മറ്റേ വേലയില്ല പട്ടതാരില്ല അടവൂതുങ്കട സംഘ്. രണ്ടുപേരും പാടണം. അത് പാടാറിയില്ല. ഇവള് പാടും. നീ പാടും.
ഇല്ല അതാണ് ഞാൻ എനിക്കറിയില്ല. അതെ, അടിപൊളിയായിരുന്നു. അടുത്ത ഇനി ലൈഫില് മീൻസ് എന്താ ഒരുപാട് ഫാൻസ് ഉള്ള സ്റ്റാർസ് ആണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോ ഒരു ഫാന് വിയേഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതാ? മേ ബി ഡയറക്റ്റ് ആവാം, ചിലപ്പോ മെസ്സേജിലൂടെ ആവാം. എനിക്ക് ഓൺലൈൻ മീഡിയക്കാര് ചോദിക്കുന്നതൊക്കെ അത്യാവശ്യം വേർഡായിട്ടാ തോന്നിയിട്ടുള്ളത്. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മളെ പോലുള്ളൊക്കെ സത്യസന്ധന്മാര് ഉള്ളവര് അല്ലേ? ഏട്ടാ നീ എന്ന് വെച്ചാ എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ആരോ ഈയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടത് എന്താ പിന്നെ ഡ്രൈവിംഗ് എപ്പോഴാ പഠിച്ച് എപ്പോഴാ ഇറ്റ്സ് നോട്ട് വിയേർഡ്. പക്ഷെ ഇങ്ങനെ എന്തിനാ ചോദ്യം പേഴ്സണൽ കാര്യത്തിലോട്ടല്ലേ? പേഴ്സണൽ ഒന്നല്ല, വലിയ പ്രസക്തി ഇല്ലാത്ത ഒരു ചോദ്യം. സത്യം പറഞ്ഞ എന്റെ അടുത്ത് അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല. ഒന്ന് ഞാൻ ഒന്നിലും ആക്റ്റീവ് അല്ല, എന്നിട്ട് പിന്നെ അധികം പറഞ്ഞാലേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാരണം അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഒരു യൂസ്ലെസ് ടാലന്റ് എന്തായിരിക്കും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് നാക്ക് മുട്ടിക്കണു, അങ്ങനെ ഒരു യൂസ്ലെസ് ടാലന്റ് ഇല്ല. എല്ലാം യൂസ്ഫുൾ ടാലന്റ്സ് മാത്രമേ എനിക്കുള്ളൂ. പാട്ടുപാരി അഭിനയിക്കും, ഇതിൽ കൂടുതൽ എന്തുവാ? എന്നാലും ഹൈഡ് ആയിട്ട് വെച്ച വല്ല ടാലന്റ് അത് ഹിഡനാന്നൊക്കെ അല്ല, അങ്ങനെയൊന്നുമില്ല. ബ്രോ എനിക്ക് അധികം 1-2 ടാലന്റ് ഒക്കെ ഉള്ളൂ. ബാക്കി യൂസ്ലെസ് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ഒരു 10 മിനിറ്റ് ഇൻവിസിബിൾ ആവാൻ പറ്റുന്ന ചാൻസ് കിട്ടി, എങ്ങനെ എന്താവും? അങ്ങനെ അതെങ്ങനെ യൂസ് ചെയ്യാം? ഇപ്പോ ഇങ്ങനെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും, നമ്മളിങ്ങനെ അസൂയയോടെ കാണുന്നത്. അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതം ഒരു 10 മിനിറ്റ് ഇടിച്ചു കയറി അതെ എന്താ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാനൊരു കൗതുകം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെ അങ്ങനെയല്ല. ഇപ്പൊ ഞാനൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പുറത്ത് കുറച്ച് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ടാരന്റീനോ, സ്കോർസെസി, അങ്ങനത്തെ അവരുടെയൊക്കെ സെറ്റിലൊക്കെ വെറുതെ പോകും. അവരുടെയൊക്കെ സെറ്റിൽ വെറുതെ പോയിട്ട് അവരുടെ എന്താ പ്രോസസ് എന്നൊക്കെ നോക്കി പഠിക്കും. അത് എന്റെ ഉത്തരം പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ പെറ്റ് ലവേഴ്സ് ആണോ? അതെ, പെറ്റ് ഉണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു അപ്പാർട്ട്മെന്റിലായതുകൊണ്ട് പെറ്റ്സ് ഒന്നുമില്ല. മനുഷ്യനേക്കാൾ സ്നേഹിക്കുന്നതിനേക്കാൾ മൃഗങ്ങളാണോ സ്നേഹിക്കുന്നത്? അതെ അതെ, എനിക്ക് പൂച്ചകളെ എനിക്കിപ്പോ അനുഭവങ്ങളുണ്ടോ? എന്നെ മനുഷ്യനെ സ്നേഹിച്ച് അവര് ചതിക്കുന്നു, മൃഗങ്ങളെ വളർത്തുമ്പോൾ ഒരു സ്നേഹം കിട്ടുന്നു, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒരു കാരണം കൊണ്ട് ഞാൻ ഇതുവരെ ആനിമൽസിനെ ഒന്നും വളർത്തിയിട്ടില്ല. എനിക്കിഷ്ടമാണ്, ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാതുങ്ങളും ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു നിരാശ കൊണ്ട് ഒരു പെറ്റിനെ വേണം, അല്ലെങ്കിൽ നമ്മൾ ലോൺലി ആണെന്ന് തോന്നി, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ പെറ്റിനെ ഇപ്പൊ സംസാരിക്കാനുള്ള ഒരു കഴിവ് കിട്ടി, അപ്പൊ എന്ത് സീക്രട്ട് ആയിരിക്കും ആ പെറ്റിനോട് ഷെയർ ചെയ്യാ? എനിക്ക് അങ്ങനെ സീക്രട്ട് ഒന്നുമില്ല. മനുഷ്യരോട് തന്നെ ഞാൻ എല്ലാം നന്നായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. എന്റെ ഫ്രണ്ട്സിനൊക്കെ എന്നെ പറ്റി എല്ലാം A to Z അങ്ങനെ ഒന്നും ഒളിച്ചു വെക്കുന്ന പരിപാടി ഒന്നുമില്ല. അപ്പൊ എന്റെ വളരെ അടുത്തിരിക്കുന്ന ഫ്രണ്ട്സിന് എന്നെ പറ്റി എല്ലാം അറിയുന്നുണ്ടായിരിക്കും. അപ്പോ അതിനിപ്പോ ഒരു ആനിമലിന്റെ ആവശ്യമില്ല. ആനിമൽസിനെ ഞാൻ വളർത്തുന്ന അതിനൊക്കെ അതിന്റെ കളിയും ചിരിയൊക്കെ കാണുന്ന ഒരു രസമല്ലേ. അതിങ്ങനെ വീട്ടിൽ കൂടെ നടക്കുന്നത് കാണുമ്പോൾ ഒരു രസം. അതുകൊണ്ടാണ് ഞാൻ ആനിമൽസ്, ബിക്കോസ് ജസ്റ്റ് ഐ ലൈക്ക് ദം. അത് എനിക്ക് എന്നെ എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ എന്നൊന്നും ആലോചിച്ചിട്ടല്ല. പെറ്റ്സ് നിലവിലില്ല. ഞാൻ ഈ പറഞ്ഞിട്ട് ഫ്ലാറ്റിൽ താമസിക്കുന്ന അവിടെ അലൗഡ് അല്ല. പിന്നെ മോന് പെറ്റ്സിനെ കിട്ടിയേക്കൊള്ളാന്നുണ്ട്, പക്ഷെ ഒന്നും അവിടെ അലൗഡ് അല്ല. ഇല്ല, അവന് ഡോഗ്സും ക്യാറ്റും തന്നെയാണ് പറയാറ്. പിന്നെ ഇപ്പൊ തൽക്കാലത്തേക്ക് മീനെ കുറച്ച് അക്വേറിയം, ചെറിയൊരു അക്വേറിയം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അനാർക്കലി ഏതൊരു പ്ലാറ്റ്ഫോമിൽ വന്നാലും എല്ലാവരും കാത്തിരിക്കുന്നതാണ് പാട്ട് കേൾക്കാൻ. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട്. வாழ்க்கை துணையாக ஏற்கின்றேன் இனிமேல் உயிர் வெயில் மழை மாலை சொலை இவை ஒன்றாக தடப்போமே உன்னை தாண்டி எதையும் என்னால் யோசனை செய்ய முடியாதே முடியாதே நீ வானமில்லாத அவள் பண்ணு கீழாத പാടാനാണോ? സൈലന്റ് ആണ്. എന്നുവെച്ചാ എന്തിനൊക്കെ പറയും, പക്ഷെ അത് ഇങ്ങനെ സൈലന്റ് ആയിട്ട് പറയുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല. ആക്ച്വലി ആള് ദേഷ്യപ്പെടാനുള്ള കഴിവൊക്കെ ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ഇങ്ങനെ
പതിയെ പതിയെ ഒതുക്കി. അപ്പൊ നമ്മൾ ശരിക്കും ഇത് ദേഷ്യപ്പെടുവാണോ മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെ ഹീസ് കേപ്പബിൾ ഓഫ് എനിത്തിങ് ആക്ച്വലി. പക്ഷെ അതെല്ലാം മിതമായിട്ട് കൺട്രോൾഡ് ആയിട്ട് ചെയ്യത്തുള്ളൂ. ഇങ്ങനെ പരിസര ബോധമൊക്കെ നോക്കിയിട്ട് ആണ്. ഏറ്റവും കൂടുതൽ എക്സ്ക്യൂസ് പറയുന്നത് ആരാ ലൊക്കേഷനിൽ? ഡയറക്ടർ ആണോ? അയ്യോ, ഡയറക്ടർക്ക് എക്സ്ക്യൂസ് എന്താന്ന് പോലും അറിയില്ല. അറിയില്ല. ഇനിയിപ്പോ ഇവിടെ ഇന്ന് മഴ പെയ്യാണേലും ഇന്റർവ്യൂ ചെയ്യും. ആ മൈൻഡ്, ആ മൈൻഡ് അല്ലേ? ഒറ്റ മൈൻഡ്, ഒറ്റ ബുദ്ധി. ഇപ്പോ നിങ്ങളുടെ ലൈഫ് ഒരു മൂവി ആക്കാണെങ്കിൽ ആ മൂവിക്ക് എന്ത് ടൈറ്റിൽ ഇടും? എന്ത് ടൈറ്റിൽ വിടും? അതോടൊപ്പം നിങ്ങളുടെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു മൂവി ഏതെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ ബാഹുബലി എടുത്തോ, അങ്ങനൊക്കെ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ. നിലവിലുള്ള സിനിമകളുടെ പേരിടാനാണ് അതെ. നമ്മുടെ ജീവിതത്തിന്റെ അല്ല ഏതെങ്കിലും സിനിമ നിങ്ങളുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ചോദിച്ചൊന്നും എന്നാ പുതിയൊരു ടൈറ്റിൽ ഇടാം, എന്തായിരിക്കും? എനിക്ക് അങ്ങനത്തെ ടൈറ്റിൽ പോകണ്ട, നമുക്ക് ആ സിനിമ ഏതെങ്കിലും ഒന്ന് പറ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ഏതെങ്കിലും മൂവിത്തെ ഒരു ക്യാരക്ടർ. എന്റെ ക്യാരക്ടർ ഞാൻ ഒരു മൂവിയിൽ കണ്ടിട്ടില്ല. ചാർലി. ഞാൻ അങ്ങനെ ഒന്നും അല്ല. അല്ല. അങ്ങനെ ഒരു എന്നെ പോലെ ഒരു ക്യാരക്ടറിനെ ഞാൻ ആക്ച്വലി ഇതുവരെ മലയാള സിനിമ വന്നിട്ടില്ല. അത് എന്നാ ക്യാരക്ടർ? എന്നാ ഒരു ക്യാരക്ടർ അതല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് ഒന്ന് ഓടിച്ചു നോക്കി. പിന്നെ അങ്ങനത്തെ സിനിമ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ക്യാരക്ടർ മനസ്സിലാവില്ലേ? ഇംഗ്ലീഷ് സിനിമയാണോ? അതെ. അപ്പൊ പറയാതിരിക്കുവോ നല്ലത്. അല്ല അങ്ങനെയല്ല, ഇംഗ്ലീഷ് സിനിമയാണെങ്കിലേ നമുക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ. അതെ. എനിക്കും അങ്ങനെ പെട്ടെന്ന്. എന്നാൽ ഏതെങ്കിലും ഒരു സിനിമ ഒന്ന് ഓടിച്ചു നോക്കുമ്പം അതിലൊരു ക്യാരക്ടർ ആയിരിക്കാം. വുഡി ആലന്റെ സിനിമ. ഓക്കെ, സുഹൃത്തായ അനാർക്കലി പറ, ഏത് ക്യാരക്ടറായിട്ട് സിമിലർ ആവും? അല്ല, ഞാൻ ഇയാള് പറഞ്ഞിട്ട് ഞാനൊരു ഡയറക്ടറിന്റെ കുറെ സിനിമകൾ കാണുന്നുണ്ടായിരുന്നു, വുഡി ആലൻ എന്ന് പറഞ്ഞു. ആളുടെ സിനിമകളില് കുറെ സിനിമകളൊക്കെ പുള്ളി തന്നെ അഭിനയിച്ചേക്കുന്നേ. അപ്പൊ ഐ ഫെൽറ്റ് ആ ഡയറക്ടർക്ക് കുറെയൊക്കെ, അൽത്താഫ് കുറെയൊക്കെ ആ ഡയറക്ടറിന്റെ അടുത്ത് നിന്ന് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. അയാളുടെ ക്യാരക്ടറായിട്ട് കുറെ ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരെ തിരിച്ചു ചോദിച്ചാല് അനാർക്കലിയുടെ ഏതെങ്കിലും ക്യാരക്ടറുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുമോ? ഇവള് ചില സമയത്ത് സമരം പത്തിലേമില്ല മഞ്ജു വാര്യറാണ്, ചില സമയത്ത് മറ്റേ MTയുടെ പടത്തില്ല പാവപ്പെട്ട മറ്റേ സാധാരണ ഇല്ലത്തെ കുട്ടിയാവും. അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ട്. അത് കാരണം അത് ഷൂട്ടിന്റെ ഇടയിലൊക്കെ ഗംഗയായിരുന്നു. ഇല്ല, എനിക്ക് തോന്നിയത് ജോളിയാണ്. എനിക്ക് തോന്നുന്നു സമരം പത്തിലേമില്ല മഞ്ജു വാര്യർ. പക്ഷെ കുറെ വേദന ഉള്ളിൽ ഒതുക്കി. എത്ര വേദന ഉള്ളിൽ ഒതുക്കിയാൽ ഈ ഒരു ചിരി കേട്ടോ, അതൊരു പോസിറ്റീവ് കേട്ടോ. അനാർക്കലി കാണുമ്പോ ആ ചിരി തന്നെ നോക്കുമ്പോ ഒരു പോസിറ്റീവ് അപ്പം പ്രേക്ഷകർ നമ്മുടെ ഇന്നസെന്റ് സിനിമ കാണാൻ പോവുകയാണ്. പ്രേക്ഷകരോട് തന്നെ പറഞ്ഞു, ഈ വരുന്ന ഒക്ടോബർ 24 ഇന്നസെന്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അഭിനയിച്ചാണ് സിനിമ. അതായത് ഞാനുണ്ട്, ജോമോനുണ്ട്, അനാർക്കലി ഉണ്ട്, അന്ന പ്രസാദ് ഉണ്ട്, അസീസ് നെടുമങ്ങാട് ഉണ്ട്, ഇദ്ദേഹം ഉണ്ട്, അങ്ങനെ കിളിപ്പോളുണ്ട്, നോബിച്ചേട്ടനുണ്ട്. ഇവരെല്ലാരും ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ ചിരിക്കാനുണ്ട്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ വന്ന് കാണുക. ഇത് തന്നെ എന്താ കൊറേ ചിരിക്കാനുള്ള, തിരിച്ചു പോകുമ്പോ വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ എല്ലാവരുടെയും വീട്ടുകാരായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ എന്തായാലും 24-ാം തീയതി തിയേറ്റേഴ്സ് തന്നെ പോയി കാണണം. അപ്പൊ 24-ാം തീയതി തിയേറ്റർ ഒരു പൂരപ്പറമ്പായി മാറട്ടെ. രണ്ടുപേർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.